ഹായ്, ഇന്ന് ഡേ 4. അപ്പൊ ഇതുവരെയുള്ള ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചാണ്. അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വേഗം ഒന്ന് നോക്കാം. അപ്പോ ലോസ് ഓഫ് മോഷൻസ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനായിട്ടുള്ളത് ഇനേർഷ്യ എന്ന ടേം ആണ്. എന്താ ഇനേർഷ്യ? മറ്റൊന്നുമല്ല, നമ്മളൊരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഒരു വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബസ്സിൽ നമ്മൾ നിൽക്കുവാണ്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമ്മൾ യൂണിഫോം മോഷനിലാണ്, ബസ്സും യൂണിഫോം മോഷനിലാണ്. പെട്ടെന്ന് ബസ് അങ്ങ് സഡൻ ബ്രേക്ക് ചവിട്ടി. നമ്മൾ എന്തോ ചെയ്യും? ഫ്രണ്ടിലോട്ടായി. എന്താ കാര്യം? ബിക്കോസ് നമ്മൾ യൂണിഫോം മോഷനിലായിരുന്നു, നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ദാറ്റ് ടെൻഡൻസി ടു കണ്ടിന്യൂ സ്റ്റേറ്റ് ഈസ് കോൾഡ് ഇനേർഷ്യ. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ട് ബോഡി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ആ റെസിസ്റ്റൻസിനെയും നമ്മൾ വിളിക്കുന്ന പേര് ഇനേർഷ്യ എന്ന് തന്നെയാണ്. ഇനേർഷ്യ രണ്ട് ടൈപ്പ് ഇല്ലേ? ഏതൊക്കെയായിരുന്നു അത്? അത് തന്നെ ഇനേർഷ്യ അറ്റ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. അപ്പൊ രണ്ടു തരം ഇനേർഷ്യ ഉണ്ട്. മാങ്ങ നമ്മൾ പറിക്കുന്ന സമയത്ത് അവിടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അപ്പൊ റെസ്റ്റിൽ ഇരിക്കുകയായിരുന്നു, നമ്മൾ അത് പിടിച്ചു വലിക്കുമ്പോൾ വേഗം അത് ആ സ്റ്റേറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കും. പക്ഷെ കൊണ്ട എങ്ങ് പോരും, അപ്പൊ മാങ്ങ താഴേക്ക് വീഴും. അപ്പൊ അത് ഇനേർഷ്യ അറ്റ് റെസ്റ്റ് ആണ് വരുന്നത്. നമ്മൾ ബസ്സിൽ നിൽക്കുന്നു, പെട്ടെന്ന് ബസ് അങ്ങ് എടുക്കുമ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോകും. അത് ഏതിന് എക്സാമ്പിൾ ആണ്? ഇനേർഷ്യ അറ്റ് റെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഇനേർഷ്യ ഓഫ് മോഷനും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് ഇനേർഷ്യ പറ്റും. ഇനി നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എല്ലാവർക്കും ബൈ ഹാർട്ട് ആയിട്ടുള്ളതാണ് അല്ലെ? ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എവറി ബോഡി കണ്ടിന്യൂസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം കാലം ഒരു വസ്തു റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ സ്റ്റേറ്റിലോ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ആര് പറഞ്ഞത്? ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. രണ്ടാമത്തെ സെക്കൻഡ് ലോ പഠിക്കണമെങ്കിൽ നമ്മൾ ഒരു ടേം മനസ്സിലാക്കണം. എന്താണത്? മൊമെന്റം. മൊമെന്റം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സൈക്കിൾ വന്ന് തന്നെ ഇടിച്ചു, സ്വാഭാവികമായിട്ടും ചെറിയ പരിക്കുണ്ടാവും. പക്ഷെ അതേസമയം ഒരു ട്രക്കാണോ വന്ന് ഇടിക്കുന്നതെങ്കിലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇഫക്റ്റ് കൂടുതലായിരിക്കും. എന്നെ പെട്ടിക്കകത്ത് കൊണ്ടുപോവാം അല്ലേ? അപ്പൊ അവിടെ രണ്ടുപേരും ഒരു വെലോസിറ്റിയിൽ വന്ന് ഇടിച്ചാലും ഇടിക്കുന്ന ആളുടെ മാസിനനുസരിച്ച് ആ ഇഫക്റ്റ് എനിക്ക് മാറും. ആ ഇഫക്റ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ മൊമെന്റം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്, സപ്പോസ് ഒരു ട്രെയിനിൽ ഞാൻ ചെന്ന് തട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവിക്കും. ഞാൻ ട്രെയിൻ നിർത്തിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ആ ട്രെയിൻ ഒരു 100 വരെയായിരുന്നു. ഞാൻ ചെന്ന് തട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? എന്റെ കട്ടയും മുടങ്ങും. അപ്പൊ അവിടെ സംഭവം മാസ് രണ്ടും സെയിം ആയിരുന്നു. രണ്ട് കേസിലും ട്രെയിൻ തന്നെയായിരുന്നു. പക്ഷെ രണ്ടാമത്തെ കേസിൽ അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ആയി. അപ്പൊ വെലോസിറ്റി ചേഞ്ച് ആകുമ്പോൾ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഇടിയുടെ ആഘാതം എന്ത് ചെയ്യും? കൂടും. ദാറ്റ് ഈസ് കോൾഡ് മൊമെന്റം. സോ മൊമെന്റം രണ്ട് സാധനങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മാസിനെ, ഒന്ന് വെലോസിറ്റി. സോ നമുക്ക് എഴുതാം മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻടു വെലോസിറ്റി. ഈ പറഞ്ഞ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മൊമെന്റം എന്ന് വിളിക്കുന്നത്. സോ മൊമെന്റം. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ നിയമം, ചലന നിയമം, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺ പറഞ്ഞു എന്താണെന്ന്? ഒരാളുടെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ അയാൾക്ക് ഒരു മൊമെന്റം ഉണ്ട്. പെട്ടെന്ന് നമ്മൾ ബാക്കിൽ നിന്ന് തള്ളു കൊടുത്തു, അപ്പൊ അയാളുടെ മൊമെന്റം ചേഞ്ച് ആയി. സോ ഒരാളുടെ മൊമെന്റം ചേഞ്ച് ആകണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. അപ്പോ rate of change of momentum is direct linear momentum ആണ് ഇവിടെ പറയുന്നത്. So the rate of change of linear momentum is directly proportional to the external unbalanced force and takes place in the direction of force. Okay, ഇവിടെ നിന്നാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, that is F is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. So F is equal to ma. A എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഇത്രയും നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് സെക്കൻഡ് ലോയുടെ ഇക്വേഷൻസ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിവിടെ പഠിക്കുന്ന മറ്റൊരു ടേമാണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയ ഫോഴ്സ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ലാർജ് ഫോഴ്സ് ഫോർ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പൊ അതുണ്ടാക്കുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് വിളിക്കുന്നത്. സോ ഇമ്പൾസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഫോഴ്സ് ഇൻറ്റു സ്മോൾ ടൈം dt എന്നതാണ്. ഇവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടി ഓർത്തിരിക്കുക. സപ്പോസ് ദർ ഈസ് എ ഗ്രാഫ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ടൈം. സോ ഇങ്ങനെ ഗ്രാഫ് എന്ന് വിചാരിച്ചോ. എങ്കിൽ അവിടുത്തെ ഇമ്പൾസ് നിങ്ങളോട് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഏരിയ എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർവ് ഒക്കെ ആണെങ്കിൽ ഏരിയ എടുക്കാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ യു ക്യാൻ ഇന്റഗ്രേറ്റ്. സോ ഇന്റഗ്രേഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു dt വിൽ ഗീവ് ഇമ്പൾസ്. ഓർത്തോളുക, ഗ്രാഫിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇമ്പൾസ് കണ്ടെത്തുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇമ്പൾസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത് ലിഫ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. ഇത് നമ്മുടെ തിയറിയിൽ അധികം നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല, പക്ഷെ എൻട്രൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കൂടിയാണ് ലിഫ്റ്റിന്റെ കേസ്. അപ്പൊ ലിഫ്റ്റിന് പല കേസസ് ഉണ്ട്. സോ ഓരോ കേസസ് ആയിട്ട് നമുക്ക് നോക്കാം. സോ ലിഫ്റ്റില് 3 കേസസ് ആണ് വരുന്നത്. ഒന്ന്, ഒരാൾ ലിഫ്റ്റിൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എ ലിഫ്റ്റ്. അതിൽ ഒരാൾ നിൽക്കുകയാണ്. ഓക്കെ,
അപ്പോ അയാളുടെ വെയിറ്റിന് ചേഞ്ച് ഉണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ലിഫ്റ്റിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് കുറയുന്നതായിട്ടും കൂടുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ദാറ്റ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന നമ്മുടെ വെയിറ്റിനാണ് നമ്മുടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. സോ ആ വെയിറ്റ് എത്രയെന്ന് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജോലി. അപ്പൊ അതിന് സാധാരണഗതിയിൽ അയാൾ ലിഫ്റ്റ് എടുത്തിട്ടില്ല, ലിഫ്റ്റ് യാത്ര തുടങ്ങിയിട്ടില്ല, ലിഫ്റ്റ് വെറുതെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വെയിറ്റ് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പൊ അവിടെ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് mg, സാധാരണ വെയിറ്റ് mg തന്നെയാണ്. മുകളിലോട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് R ആയിരിക്കും. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളാണ്. ഇനി അതേസമയം ഈ ലിഫ്റ്റ് ഒരു ആക്സലറേഷനിൽ താഴേക്ക് വരികയായിരുന്നു. അപ്പൊ ഒരു പർട്ടിക്കുലർ ആക്സലറേഷൻ എയിൽ താഴേക്ക് വരികയായിരുന്നു എങ്കിൽ നമുക്ക് വെയിറ്റ് കുറച്ച് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. സോ ആ കേസിൽ നമ്മൾ വെയിറ്റ് കാണുന്ന ഫോർമുല W' mg മൈനസ് എം എ. അപ്പൊ നമുക്ക് രണ്ടിൽ നിന്ന് വേണമെങ്കിൽ എം കോമൺ ആയിട്ട് കൊടുത്തു, എം ഇൻറ്റു ജി മൈനസ് എ. സോ ദാറ്റ് ഈസ് ദി ഫോർമുല, മറക്കരുത്. സോ എം ഇൻറ്റു ജി മൈനസ് എ. എപ്പോഴാണ് ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ആക്സലറേഷനിൽ ഈ ലിഫ്റ്റ് താഴേക്ക് വരുന്ന കേസ് ആണെങ്കിൽ, ആക്സലറേഷനിൽ താഴേക്ക് വരുന്ന കേസ് ആണെങ്കിൽ. അതേസമയം മുകളിലോട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ആ സമയത്ത് ഈ ഫോർമുല എങ്ങനെ മാറും എന്ന് ചോദിച്ചാൽ എം ജി പ്ലസ് എം എ എന്ന് വരും. സോ ഇക്വേഷനിൽ എം കോമൺ ആയിട്ട് കൊടുത്താൽ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് വരും. ഈ കേസ് എപ്പോഴാണ് വരുന്നത്? അപ്വേർഡ് മൂവ്മെന്റ് ആണെങ്കിൽ. അപ്പോ നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് അപ്പാരന്റ് വെയിറ്റ് എം ജി തന്നെ, താഴേക്ക് വരികയാണെങ്കിൽ എം ഇൻറ്റു ജി മൈനസ് എ എന്ന് വരും, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എം ഇൻറ്റു ജി പ്ലസ് എ എന്ന് വരും. സോ ഇതാണ് അപ്പാരന്റ് വെയിറ്റ്സ് കാണുന്ന ഫോർമുല. ഇനി അതേസമയം അയാൾ ട്രാവൽ ചെയ്യുന്ന ഈ ലിഫ്റ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? താഴേക്ക് വരുന്നു. ഇപ്പൊ പൊട്ടിപ്പോയി, ലിഫ്റ്റ് അങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ ഫ്രീ ഫോൾ അല്ലെ, താഴേക്ക് സടേന്ന് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അപ്പാരന്റ് വെയിറ്റ് എത്രയാണെന്ന് അറിയാമോ? ആ സമയത്ത് നമ്മുടെ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എ ജിക്ക് ഈക്വൽ ആകും. ഇവിടെ മൈനസ് ആണ്, താഴേക്ക് വരുമ്പോൾ മൈനസ് ആണ്. അപ്പൊ ജി മൈനസ് ജി, ദ ആൻസർ വിൽ ബി 0. അപ്പൊ അത് ഓർത്തിരിക്കുക. പൊട്ടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. ആ കണ്ടീഷനാണ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഫ്രീ ഫോൾ എന്നൊക്കെ വിളിക്കുന്നത്. സോ അതാണ് ലിഫ്റ്റിന്റെ കേസുകൾ. അപ്പൊ കേസുകൾ ക്ലിയർ ആണല്ലോ, ഫോർമുലകൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ചാപ്റ്ററിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷൻ എന്ന സെക്ഷനിലേക്ക് പോവാം. എന്താണ് ഫ്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സർഫസിൽ കൂടി നമ്മളൊരു വസ്തുവിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ഈ രണ്ട് സർഫസിനിടയിൽ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ്, അതായത് ഈ നമ്മൾ ഏത് സർഫസിൽ കൂടിയാണോ നിരങ്ങാൻ ശ്രമിക്കുന്നത്, മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അപ്പോ ആ സർഫസ് ആ മൂവ്മെന്റിനെ എതിർക്കും. മോഷനെ എതിർക്കുന്ന ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മറക്കരുത്, ഫ്രിക്ഷൻ ഇസ് ഓൾവേസ് എ നെഗറ്റീവ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ഓൾവേസ് ഓപ്പോസസ് ദി മോഷൻ. അപ്പൊ ഫ്രിക്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഒന്ന് കൈനറ്റിക് ഫ്രിക്ഷൻ. പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റോളിംഗ് ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ എന്താണ്? ഒരു വസ്തു മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്താ വിളിക്കുന്നത്? അത് തന്നെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിന്റെ അപ്പുറം വലിയ ഫ്രിക്ഷൻ ഇല്ല കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഉള്ള ഫ്രിക്ഷനുകളിൽ ഏറ്റവും വലിയ ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താ? ഒരാൾ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു അത്? ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to mu into R. R എന്നോ N എന്നോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. mu into N ആണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് N എന്നോ യൂസ് ചെയ്യാം. നോർമൽ റിയാക്ഷൻ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. mu എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആകാം, കൈനറ്റിക്. അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ നമ്മൾ mu S എന്ന് കൊടുക്കും, കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിൽ mu K എന്ന് കൊടുക്കും. F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണെങ്കിൽ FS, കൈനറ്റിക് ആണെങ്കിൽ FK. അങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി. ജനറലി നമ്മൾ അറിഞ്ഞാൽ മതി എന്താണ് ആ ഫോർമുല. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mu into N, where mu is the coefficient of friction. ക്ലിയർ ആണോ ഇത്രയും? അപ്പൊ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം അത്രയും കാര്യങ്ങൾ. ഇതിനകത്ത് വരുന്ന സാധനങ്ങളാണ് നമ്മുടെ ബാങ്കിങ് അങ്ങനെയൊക്കെ പറയുന്നത്. ബാങ്കിങ് ഓഫ് ഫ്രോഡിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഡെറിവേഷനും അതിന്റെ ഫോർമുലകളും അതിനകത്തുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കി നമ്മൾ ഒരിക്കൽ പഠിപ്പിച്ചത് വീണ്ടും പഠിപ്പിക്കാൻ വയ്യാത്തതുണ്ട്. ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ കൺകറന്റ് ഫോഴ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പൊ അവിടെ നമ്മൾ ലാമീസ് തിയറം എന്ന് പറഞ്ഞിട്ട് തിയറം അപ്ലൈ ചെയ്യും. നമ്മൾ തിയറിയിൽ അങ്ങനെ അധികം പഠിക്കുന്ന ഒരു തിയറം അല്ലാതെ. അപ്പൊ ലാമീസ് തിയറം എന്താണെന്ന് ആദ്യം നോക്കാം. സപ്പോസ് there are 3 ഫോഴ്സസ്. അപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ ഒരു വയർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാനൊരു ബൾക്ക് മാസിനെ ഞാൻ ഇവിടെ കെട്ടി തൂക്കി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, M എന്ന് പറയുന്ന ഒരു മാസം. അപ്പൊ ഇവിടുത്തെ ടെൻഷൻ ആണ് A എന്ന് പറയുന്നത്, ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത് B, ആൻഡ് ഇവിടുത്തെ ടെൻഷൻ C എന്ന് വിചാരിക്കും. And there alpha is the angle between A and B, beta is the angle between A and C, and gamma is the angle between C and B. അപ്പൊ ഇങ്ങനെ ആംഗിളുകൾ നമ്മൾ വരച്ചിട്ടുണ്ട്, ഫോഴ്സസ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഈ ഫോഴ്സിന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ടെൻഷൻ എന്ന് തരും. ടെൻഷൻ എന്ന് തന്നാലും ടെൻഷൻ അടിക്കേണ്ട, ദാറ്റ് ഈസ് ഫോഴ്സ്.
അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന തിയറം ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നു എ എന്ന് പറയുന്ന ഫോഴ്സ്. ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോ വരച്ചിരിക്കുന്ന ആൽഫ ബീറ്റ ഗാമ ഇങ്ങനെയുള്ളൂ, ചിലപ്പോൾ ആൽഫ ഇവിടെ ഒക്കെ അങ്ങനെയൊക്കെ വരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മൾ ഐഡിയ എന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. സോ എ എന്ന് പറയുന്ന ഫോഴ്സ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഗാമ. ഈ ഞാൻ വരച്ചിരിക്കുന്ന ഫിഗർ അനുസരിച്ച് ഗാമ. സോ സൈൻ ഗാമ ഇസ് ഈക്വൽ ടു, അടുത്ത് ബി എന്ന് പറയുന്ന ഫോഴ്സ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ബീറ്റ. സോ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു, അടുത്ത് സി എന്ന് പറയുന്ന ഫോഴ്സ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സൈൻ ആൽഫ. സോ ഇത് മൂന്ന് പേരും ചെയ്ത് കിട്ടുന്ന ആൻസേഴ്സ് സെയിം ആയിരിക്കും. ഇതാണ് കോൺസെപ്റ്റ്. ഫോഴ്സിന് അതിനെതിരെയുള്ള ആംഗിൾ അത്രേ എടുക്കുന്നുള്ളൂ, പേരുകളിലല്ലല്ലോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. അപ്പൊ ആ കാര്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ ഇതിനെയാണ് നമ്മൾ ലാമീസ് തിയറം എന്നൊക്കെ വിളിക്കുന്നത്. സോ ഇത് ചിലപ്പോൾ നമുക്കൊരു എൻട്രൻസിന് ചിലപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു സാധനമാണ് കൺകറന്റ് ഫോഴ്സിനകത്ത് വരുന്നത്. കൺകറന്റ് ഫോഴ്സ് നിങ്ങൾ പ്രാക്ടിക്കലി ഒക്കെ ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ, അതായത് നമ്മൾ പഠിക്കാതെ, അധികം തിയറിയിൽ പഠിക്കാതെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇതിനകത്ത് പുള്ളി സിസ്റ്റത്തിന്റെ. സോ പുള്ളി സിസ്റ്റം ഇപ്പോഴും നമ്മുടെ എൻട്രൻസിന് സത്യം പറഞ്ഞാൽ NCERT അധികം ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ഈവൻ ദോ ചില ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ നമ്മുടെ പുള്ളി സിസ്റ്റത്തിന്റെ ഉപയോഗിക്കുന്ന ഫോർമുലകളൊന്ന് വേഗത്തിലൊന്ന് നോക്കാം. പുള്ളി സിസ്റ്റത്തിനകത്ത് മെയിൻ ആയിട്ട് 3 കേസസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒത്തിരി കേസുകളുണ്ട്, അപ്പോൾ ഞാൻ ചുരുക്കി ഒരു 3 എണ്ണം വേഗത്തിൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റത്തെ കേസ് എന്ന് പറയുന്നത്, പുള്ളി സിസ്റ്റത്തിന് മുന്നേ തന്നെ നമ്മൾ കുറെ ബ്ലോക്സ്, സപ്പോസ് മാസ് M1 ആൻഡ് മാസ് M2 എന്നീ 2 മാസുകൾ, പിന്നെ ഒരു മാസ് നമുക്ക് വയ്ക്കാം M3 എന്ന് പറയുന്ന ഒരു മാസ്. സോ ഈ മാസുകളെ ഞാനൊരു എഫ് ഫോഴ്സ് ഉപയോഗിച്ച് അങ്ങോട്ട് പുള്ളി ചെയ്യണം. അപ്പൊ പുള്ളി നമ്മൾ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വരും. ആ വലിക്കുമ്പോൾ അതൊരു ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ സ്ട്രിംഗിൽ ഇട്ട് പ്രൊഡ്യൂസ് ചെയ്ത ടെൻഷൻ T1, ഇവിടെ ടെൻഷൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യും T2 ടെൻഷൻ. അപ്പൊ എനിക്കിവിടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ എത്ര എന്ന് എനിക്കൊന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ആക്സിലറേഷൻ A is equal to ഫോഴ്സ് ബൈ ഏതൊക്കെ ഇവിടുത്തെ മാസ് M1, M2, M3 എല്ലാം കൂടി കൂട്ടുക. അപ്പൊ M1 പ്ലസ് M2 പ്ലസ് M3. ക്ലിയർ ആയോ? വലിയ ഫോർമുല എന്നുള്ളത് F is equal to MA എന്നല്ലേ. സോ ആ M ഇപ്പുറത്ത് കിടന്നു, നമ്മൾ ആ M എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ M എടുക്കുമ്പോൾ ടോട്ടൽ മാസ് ആണ് അവിടെ എടുക്കേണ്ടത്. ദാറ്റ് ഇസ് M1 പ്ലസ് M2 പ്ലസ് M3 എന്നതാണ് അവിടെ ഉപയോഗിക്കുന്ന ഫോർമുല. സോ ഇതാണ് ജനറൽ. ഇവിടെ പുള്ളി ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ കുറെ ബ്ലോക്സ് ഓഫ് മാസസ് M1, M2, M3 എടുത്തുന്നേ ഉള്ളൂ. സോ M1 മാസ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഫോർമുല മാറ്റാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോ അതനുസരിച്ച് നിങ്ങൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കേസിൽ സപ്പോസ് ദർ ഇസ് എ പുള്ളി സിസ്റ്റം. അതിൽ ഞാനൊരു മാസ് M2 ആൻഡ് അനദർ മാസ് M1 ഞാനവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൽ M1 എന്ന് പറയുന്നത് ലാർജർ മാസ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ വലിയ വെയിറ്റ് ഇതിനെ കൊണ്ട് താഴേക്ക് വരും വിത്ത് ആൻ ആക്സിലറേഷൻ A ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ടെൻഷൻ T. സോ എനിക്ക് ഈ ടെൻഷന്റെയും ഈ ആക്സിലറേഷന്റെയും ഫോർമുല ഒന്ന് കാണണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്, അതങ്ങ് പറഞ്ഞുതരാം. ആക്സിലറേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല A is equal to M1 minus M2 by M1 plus M2 into G. മറക്കരുത്, ആക്സലറേഷൻ കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല M1 minus M2 by M1 plus M2 into G. വേറെ M1 is greater than M2 ആ കണ്ടീഷൻ ഉണ്ട്. ഇയാള് വളരെ വലുതാണ്, അപ്പൊ അതിൽ നിന്നാണ് ചെറുതിനെ കുറയ്ക്കേണ്ടത്. അതാണ് ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല, ആക്സലറേഷൻ കാണുന്ന ഫോർമുല. എന്നാൽ ടെൻഷൻ കാണുന്ന ഫോർമുല ഇങ്ങനെയല്ല. ദാറ്റ് ഇസ് 2 into M1 M2 by M1 plus M2 into G. Okay, 2 into M1 M2 by M1 plus M2 into G. That is the formula. So മറക്കരുത്, ഈ 2 ഫോർമുലകളും ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി തേർഡ് ഒരു കേസ് ഉണ്ട്. തേർഡ് കേസിനകത്ത് അവിടെയും പുള്ളി സിസ്റ്റം ഉണ്ട്. ഞാൻ ഫിഗറോട് കൂടി പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ബ്ലോക്കിന് കുറച്ച് ഒരു വീല് കൂടി നമ്മൾ കൊടുത്തു. അപ്പൊ അത് ഉരുണ്ട് പോകും. നമ്മളെ കാറൊക്കെ, പഴയ കളിപ്പാട്ടം കാറൊക്കെ ഇല്ലേ, അതേപോലെ അത് ഒരു പുള്ളി സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇറ്റ് വിൽ ക്രിയേറ്റ്സ് എ ടെൻഷൻ ബിക്കോസ് M2 മാസ് എന്ന് പറയുന്നത് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ആക്സലറേഷൻ. അപ്പൊ എനിക്ക് ആക്സലറേഷന്റെ ഫോർമുല വേണം, ടെൻഷന്റെ ഫോർമുല വേണം. സോ ഫോർമുല ഇങ്ങനെയാണ്: ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു M2G by M1 plus M2
എന്തുകൊണ്ട് M2 എടുത്തു? ബിക്കോസ് M2 ഇസ് ഗ്രേറ്റർ. ഇവിടെ വരുന്ന വെയിറ്റ് അതാണ് നമ്മൾ മുകളിൽ കൊടുക്കുന്നത്. അപ്പൊ M2G/M1+M2 എന്ന് വരും. ഇനി അടുത്ത ടെൻഷൻ കാണാനുള്ള ഫോർമുല ആണെങ്കിൽ നേരത്തെ പഠിച്ച അതേ ഫോർമുല 2 അങ്ങെടുത്ത് കളഞ്ഞാൽ മതി. സോ ഫോർമുല വിൽ ബി M1M2/M1+M2 into G. ക്ലിയർ ആയോ? സോ ദാറ്റ് ഈസ് ദി ഫോർമുല M1M2/M1+M2 into G. നേരത്തെ ഒരു 2 കൂടി ഉണ്ടായിരുന്നു, ഇവിടെ നമ്മൾ ആ 2 അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ ഇങ്ങനത്തെ ഒരു 3 കേസ് കൂടി നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് ഓർത്തിരിക്കുക. ലോസ് ഓഫ് മോഷനിലെ തിയറി പഠിക്കുമ്പോൾ ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതല്ല. പണ്ടുണ്ടായിരുന്നു കേട്ടോ, 2010 മുന്നേ ഉള്ള സിലബസിൽ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NCERT സ്കിപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് പോർഷൻസ് ആണ്. എന്നാലും കുറച്ച് എവിടെയൊക്കെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ നമുക്കത് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ ക്ലിയർ ആയില്ലേ ടോപ്പിക്സ് എല്ലാം? അപ്പൊ നമ്മള് ലോസ് ഓഫ് മോഷന്റെ ഫുൾ തിയറി പാർട്ട് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: two blocks A and B of masses 3m and m respectively are connected by a massless and inextensible string. The whole system is suspended by a massless spring as shown in the figure. The magnitudes of acceleration of A and B immediately after the string is cut are respectively. സോ ഇവിടെ സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ടാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് എടുക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 3m ആണ്. മാസ് ആണ് 3m. അപ്പൊ വെയിറ്റ് എത്ര? 3mg അല്ലെ? 3m into g. m into g ആണല്ലോ വെയിറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പൊ സ്ട്രിങ്ങിൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും. സ്ട്രിങ് അവിടെ ഉണ്ടല്ലോ. മുകളിലും എന്തുണ്ട്? ഒരു സ്ട്രിങ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ഫോഴ്സ് അവിടെ ജനറേറ്റ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും താഴേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വെയിറ്റ് കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ. ബിയുടെ വെയിറ്റ് ആ ബിയുടെ വെയിറ്റ് എത്ര? എം എന്നാ പറയുന്നത്. അപ്പൊ വെയിറ്റ് എത്ര? mg ആയിരിക്കും. സോ ഈ വെയിറ്റിനും ഈ വെയിറ്റും കൂടി ചേർന്നതായിരിക്കും മുകളിലോട്ടുള്ള വെയിറ്റ് എന്ന്. അപ്പൊ മുകളിലോട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 3mg plus mg, ദാറ്റ് ഈസ് 4mg. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ടി എന്ന് പറയുന്നത് mg ആയിരിക്കും. കാരണം എങ്കിലല്ലേ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം താഴേക്കുള്ള ഫോഴ്സ് 3mg plus mg, ദാറ്റ് വിൽ ബി 4mg. ക്ലിയർ ആണോ ഇത്? ഇനി നമുക്ക് ഇയാളുടെ മാത്രം കേസ് നമുക്ക് എടുക്കാം. അപ്പൊ ഇയാളുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ബാച്ച് തന്നെ ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് ദി ബ്ലോക്ക് ബി. ഇയാളെ സംബന്ധിച്ച ഒരു സ്ട്രിങ് മുകളിലേക്കുള്ള ഒരു ടെൻഷൻ മാത്രമേ അയാൾക്കുള്ളൂ, താഴേക്ക് അയാളുടെ തന്നെ വെയിറ്റ് ആയിട്ടുള്ള mg. അപ്പൊ ടെൻഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ താഴേക്കുള്ള ഫോഴ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ മുകളിലേക്കുള്ള ഫോഴ്സ്. സോ ദാറ്റ് വിൽ ബി mg. ഓൾറെഡി നമ്മൾ TMG ആണെന്ന് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ആ കയർ അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ നമ്മൾ പൊട്ടിക്കുന്നതിന് മുന്നേ ഉള്ള കേസുകൾ. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ സ്ട്രിങ്ങിനെ നമ്മളൊന്ന് പൊട്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എ താഴേക്ക് പതിക്കും, ബിയും താഴേക്ക് പതിക്കും. എങ്കിൽ അവരുടെ ആക്സിലറേഷൻസ് എങ്ങനെയായിരിക്കും എന്നതാണ് ഇവിടെ ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എയുടെ കേസ് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. സ്വാഭാവികമായിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോൾ പിന്നെ സ്ട്രിങ് അവിടെ ഇല്ല. സ്ട്രിങ് ഇല്ല എങ്കിൽ ടെൻഷനും ഇല്ല. സോ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ടെൻഷൻ അവിടെ നിന്ന് പോയി. അപ്പൊ ഇവിടെയും ഇനി ടെൻഷൻസ് ഇല്ല. കാരണം ബിക്കോസ് സ്ട്രിങ് ഇനി അവിടെ ഇല്ല. അപ്പൊ താഴേക്ക് പതിക്കണമെങ്കിൽ താഴേക്ക് ഒരു ഫോഴ്സ് ഇവിടെ ജനറേറ്റ് ചെയ്യണം. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫോഴ്സുകളുടെ ഡിഫറൻസ് ആയിരിക്കും. സോ ദാറ്റ് ഫോഴ്സ് നമുക്കറിയാം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ മാസ് ആണ്. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4, ഇവിടെ 3. സോ വാട്ട് ഈസ് ദി റിമൈനിങ് ഫോഴ്സ്? 4mg minus 3mg. So 4mg minus 3mg divided by m. m എന്ന് പറഞ്ഞ മാസ്. ഇയാളുടെ മാസ് എത്രയാണ്? നമ്മുടെ എ എന്ന ബ്ലോക്കിന്റെ മാസ് ദാറ്റ് ഈസ് 3m എന്ന് ഓൾറെഡി തന്നിട്ട് 3m എന്ന് നമ്മൾ കൊടുക്കും. What is 4mg minus 3mg? That is 1mg. That is mg divided by 3m. സ്വാഭാവികമായിട്ട് ഈ m ഉം ക്യാൻസൽ ആവും. The answer will be g/3 എന്ന് കിട്ടും. g/3. സെക്കൻഡ് കേസ് ബി ബ്ലോക്കിന്റെ കേസിലേക്ക് വരാം. ബി ബ്ലോക്കിന്റെ കേസ് എടുക്കുമ്പോൾ താഴേക്ക് ആകെ വലിക്കുന്ന ഒറ്റ ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഈസ് mg. സോ അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ m ഇസ് ഈക്വൽ ടു ഫോഴ്സ് എത്ര? mg ബൈ മാസ്. ഇയാളുടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാസ് ഈസ് m എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ m ക്യാൻസൽ ആയി, ആൻസർ വിൽ ബി g. അതായത് സാധാരണ ഒരു ആളെ കട്ട് ചെയ്ത് വിടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സാധാരണ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, അതേപോലെ ആയിരിക്കും ആ ബി ബ്ലോക്ക് താഴേക്ക് പോവുക. സോ ഒരാളുടെ g/3, ഒരാളുടെ g. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ 1, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ അതാണ്, g/3 and g. So that is the answer. Next question. A bullet of mass 10 gram moving horizontally with a velocity of 400 meter per second strikes a wooden block of mass 2 kg which is suspended by a light inextensible string of length 5 meter.
As a result, the center of gravity of the block is found to rise a vertical distance of 10 centimeter. The speed of the bullet after it emerges out horizontally from the block will be. Question ഒരല്പം വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് അതിന്റെ ഫിഗർ ഒന്ന് എങ്ങനെയാണ് അതിന്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വുഡൻ ബ്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് 2 കിലോഗ്രാം. അത് റെസ്റ്റിലായിരുന്നു. അപ്പൊ അവിടെയുള്ള വെലോസിറ്റി എത്രയായിരിക്കും? 0. റെസ്റ്റിലാണ് ഇരുന്നത്. അപ്പോഴേക്കും ഒരു ബുള്ളറ്റ് അങ്ങോട്ട് വന്നു. ഓക്കെ, ഒരു ബുള്ളറ്റ് അതിലേക്ക് വന്ന് പതിക്കുകയാണ്. ആ ബുള്ളറ്റിന്റെ മാസ് എന്ന് പറയുന്നത് 10 ഗ്രാം ആണ്. ഇറ്റ് ഈസ് 10 ഗ്രാം. ഓക്കെ, മാസ് 10 ഗ്രാം ആണ്. ഇറ്റ് ഈസ് 2 kg. അപ്പൊ വ്യത്യാസമുണ്ട്. വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു കിലോഗ്രാം ആക്കി മാറ്റണം. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് വന്ന വെലോസിറ്റി വെറുതെ അല്ല വന്നത്. ഇറ്റ് വാസ് ട്രാവലിംഗ് വിത്ത് വെലോസിറ്റി 400 മീറ്റർ പെർ സെക്കൻഡ്. 400 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് അയാൾ വന്ന് ഇടിച്ചത്. അങ്ങനെ ഇടിച്ചപ്പോ ഇത് സ്വാഭാവികമായിട്ട് കുറച്ച് തെന്നി മാറും അല്ലെ. സോ അയാളുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ച് ഇങ്ങോട്ട് നീങ്ങി എന്നാ പറയുക. അപ്പൊ അത് ട്രാവൽ ചെയ്തു. ഈ 2 kg വുഡൻ ബ്ലോക്ക് ട്രാവൽ ചെയ്തു. സോ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. അതിനവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ഡിസ്റ്റൻസ് ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 10 സെന്റിമീറ്റർ. സോ 10 സെന്റിമീറ്റർ ലെവൽ മീറ്റർ ആക്കാൻ വേണ്ടി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 10/100 ഈസ് 0.1 മീറ്റർ. 0.1 മീറ്റർ. സോ ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇത് മോഷനിലായിരിക്കും. അങ്ങനെ മൂവ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുക. സോ ദർ വിൽ ബി എ വെലോസിറ്റി. നമുക്ക് അതിന് v1 വെലോസിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ബുള്ളറ്റും ഒരു വെലോസിറ്റിയിലായിരിക്കും ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വരിക. സോ ബുള്ളറ്റ് പുറത്തേക്ക് വരുമ്പോൾ ബുള്ളറ്റിന് ഒരു വെലോസിറ്റി കാണും. നമുക്ക് അതിനെ v2 വെലോസിറ്റി എന്ന് വിളിക്കാം. അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ദ സ്പീഡ് ഓഫ് ബുള്ളറ്റ് ആഫ്റ്റർ എമർജിങ് എന്നുള്ളതാണ്. അപ്പൊ എത്ര വേഗത്തിലാണ് നമ്മുടെ ബുള്ളറ്റ് ഇപ്പൊ പുറത്തേക്ക് വരിക? അത് ഈ വുഡൻ ബ്ലോക്ക് അകത്തേക്ക് കയറി ആ ബുള്ളറ്റ് പുറത്ത് വരുമ്പോൾ വെലോസിറ്റി എത്ര? ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി v2 വെലോസിറ്റി. സോ ഇതാണ് ഫിഗർ. ആ ഫിഗർ നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഈ നമ്മുടെ നേരത്തെ ഇരുന്ന വുഡൻ ബ്ലോക്ക് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. വിച്ച് ഈസ് 2 kg ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0.1 മീറ്റർ ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് 2 ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്നെന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ദാറ്റ് ഈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ മൊമെന്റം വിൽ ബി എ കോൺസ്റ്റന്റ്. സോ ബിഫോർ, അതായത് ഈ ബുള്ളറ്റ് വന്ന് ഇടിക്കുന്നതിന് മുന്നേ ഉള്ള മൊമെന്റം നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ബിഫോർ ഉള്ള മൊമെന്റം എന്ന് പറയുന്നത് ഇയാളുടെ മാസ് 10 ഗ്രാം, സ്പീഡ് 400. സോ 10 ഗ്രാമിന് കിലോഗ്രാം 10/1000 into 400. So that is the before plus സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇയാൾ കൂടി ചേരുന്ന വേണമല്ലോ. സിസ്റ്റം ബ്ലോക്ക് കൂടി ചേരണമല്ലോ. സോ ബ്ലോക്കിന്റെ വെയിറ്റ് 2 into, പക്ഷെ ബ്ലോക്ക് അവിടെ റെസ്റ്റിലായിരുന്നു. അപ്പൊ വെലോസിറ്റി 0 is equal to ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇയാൾക്കും വെലോസിറ്റി ഉണ്ട്, ബുള്ളറ്റിന് വെലോസിറ്റി ഉണ്ട്. ഇയാളുടെ വെലോസിറ്റി 2 into v1 എന്ന് വരും പ്ലസ് ബുള്ളറ്റിന്റെ മാസ് നമുക്കറിയാം 10. സോ 10/1000 into അയാളുടെ വെലോസിറ്റി v2. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള v2 എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ എഴുതി വെച്ചു. പക്ഷെ ഇവിടെ പ്രശ്നം ബാക്കിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ ഇക്വേഷനിൽ 2 അൺനോൺ ടേംസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. 2 അൺനോൺ ടേംസ് വെച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. സോ ഇതിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വേണം. അവിടെ അതിനൊരു വഴിയുണ്ട്. കാരണം ഈ ബുള്ളറ്റിന് വന്ന് പതിച്ചതിന്റെ ഫലമായിട്ട് നമ്മുടെ വുഡൻ ബ്ലോക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സോ ഒരു ഫോഴ്സ് വന്ന് ഇടിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും there is a work done. ആ വർക്ക് ഡൺ ഏതിന് ഈക്വൽ ആണ്? കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന് ഈക്വൽ ആണ്. അത് ഏതാ തിയറം? അത് തന്നെ വർക്ക് എനർജി തിയറം. സോ വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ നമുക്കിവിടെ നമ്മുടെ വർക്ക് ഡൺ ഒന്ന് കണ്ടെത്താം. അപ്പൊ എങ്ങനെയാ വർക്ക് ഡൺ കണ്ടെത്തുക? വർക്ക് ഡൺ കാണുന്ന ജനറൽ ഫോമിലെ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഇയാളുടെ വെയിറ്റിനെ തന്നെയാണ് ഇയാളുടെ ഫോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതായത് 2 kg എന്ന് പറയുന്നത് അയാളുടെ മാസ്. പിന്നെ സാധാരണ mg അല്ലേ ഫോർമുല ഫോഴ്സ് കാണുന്നത്. അപ്പൊ m into g. സോ m 2 kg. നമ്മുടെ g ആക്സലേഷൻ ടു ഗ്രാവിറ്റി നമുക്ക് 10 ആയിട്ട് എടുക്കാം. പറഞ്ഞല്ലോ നമ്മൾ കാൽക്കുലേഷനിൽ 10 ആയിട്ട് നമുക്ക് എടുക്കാവുന്നതേ. സോ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. സോ വർക്ക് ഡൺ എങ്ങനെ കണ്ടെത്തും? വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി കാണുന്ന ഫോർമുല 12 mv² എന്നതാണ്. ഓക്കെ,
അപ്പൊ ഇനി ഫോഴ്സ് കണ്ടെത്തണം. ഫോഴ്സ് കാണാനായിട്ട് ഇവിടെ വെളിയിൽ നിന്നുള്ള ഫോഴ്സസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇയാളുടെ വെയിറ്റ് ആണ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. വെയിറ്റ് കാണുന്ന എം ജി എന്നല്ലേ, എം എന്ന് പറഞ്ഞാൽ 2 അല്ലേ, ജി എന്ന് പറഞ്ഞാൽ 10 അല്ലേ, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്ര എഴുതുന്നു ഇവിടെ, വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0.1 is equal to half into എം എന്ന് പറഞ്ഞാൽ ഇയാളുടെ വെയിറ്റ് ദാറ്റ് ഇസ് 2 into what is the velocity. ഇപ്പൊ എത്ര വെലോസിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അതെനിക്കതിനെ അറിയാം എത്ര വെലോസിറ്റിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ദാറ്റ് ഇസ് v1 അല്ലെ, നമുക്ക് അങ്ങനെ തന്നിരിക്കുന്നത് v1 വെലോസിറ്റി. സോ v1 സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഒരൊറ്റ അൺനോൺ ടേമേ ഉള്ളൂ, അത് ഏതാണ് v1 സ്ക്വയർ. അപ്പൊ നമുക്ക് ആ v1 സ്ക്വയർ കണ്ടെത്താം. സോ v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു, സ്വാഭാവികമായിട്ട് ഈ 2 ക്യാൻസൽ ആകും. then 2 into 10 എന്ന് പറയുന്നത് 20 into 0.1 എന്ന് പറയുന്നത് 2. so what is v1 സ്ക്വയർ 2 എങ്കിൽ v1 is equal to √2 meter per second എന്ന് കിട്ടും. സോ v1 നമുക്ക് കിട്ടി. v1 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, v1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ v1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പിന്നെ v2 മാത്രമല്ലേ അൺനോൺ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ യു ക്യാൻ സോൾവ് ദാറ്റ്. ഓക്കെ, അത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എല്ലാം 0 cancel, 0 cancel, then 0 cancel, then only 4 will remain. Then 2 into 0 is 0, so 4 plus 0 is again 4. Then 2 into v1 നമുക്ക് കിട്ടി, that is √2. Then ഇവിടെ 0 cancel ആവും by 100. so you can solve that. വളരെ പാടുള്ളതൊന്നുമല്ല. സോ സോൾവ് ചെയ്യുമ്പോൾ v2 ന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 120 meter per second. ഈസി അല്ലേ? ഇപ്പൊ ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്താൽ മതി. സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സാധാരണ ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊണ്ട് ഇതൊരു വളരെ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമുക്കറിയാലോ ഏതൊരു എൻട്രൻസിലും ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് വളരെ ടഫ് ലെവലിലായിരിക്കും വരിക. അപ്പൊ ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്ര ടഫ് അല്ല ഇത്. ഞാൻ പറഞ്ഞത് ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. റിപ്പീറ്ററിനൊക്കെ സംബന്ധിച്ച് ഇത് കുഴപ്പമില്ല, സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A block of mass m is placed on a smooth inclined wedge ABC of inclination theta as shown in the figure. The wedge is given an acceleration a towards the right. The relation between a and theta for this block to remain stationary on the wedge is. അപ്പോൾ ഇവിടെയും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലോസ് ഓഫ് മോഷനിൽ മിക്കതും ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു മാസ് അവിടെ വെച്ചിട്ടുണ്ട്. ആ മാസിന്റെ മാസ് ഇക്വിലിബ്രിയം സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ തീറ്റയും ഒപ്പം നമ്മുടെ ആക്സലറേഷൻ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും. നമുക്ക് ഇവിടെ ഫിഗറിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം. നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു മാസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വെയിറ്റ് നേരെ താഴേക്കായിരിക്കും. സപ്പോസ് അതൊരു ആംഗിൾ തീറ്റയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് എം ജി കോസ് തീറ്റ കമ്പോണന്റ്, ഇങ്ങോട്ടുള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റ കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാവുന്ന കാര്യമാണ്. രണ്ടാമത് ഇവിടെ ഒരു ഫോഴ്സ് നമുക്ക് ക്രിയേറ്റ്, ഇവിടെ ഒരു ഫോഴ്സ് എം എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന അതിനെ നമുക്ക് രണ്ട് കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് ആംഗിൾ തീറ്റ, അങ്ങനെ ദിസ് ഈസ് എം എ കോസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി എം എ സൈൻ തീറ്റ. സ്വാഭാവികമായിട്ട് ഈ ബ്ലോക്ക് അവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു നോർമൽ റിയാക്ഷൻ വേണം, ദാറ്റ് ഈസ് എൻ. അപ്പൊ ഇതാണ് ആ ഫിഗറിന്റെ ഒരു പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നോർമൽ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എ നിൽക്കുന്നത്, എം ജി കോസ് തീറ്റയും എം എ സൈൻ തീറ്റയും നിൽക്കുന്നത്. സോ സ്റ്റേഷനറി ആകുമ്പോൾ എൻ എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ പ്ലസ് എം എ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇനി രണ്ടാമത് വരുന്ന ഓപ്പോസിറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണ്, എം എ കോസ് തീറ്റ ആൻഡ് എം ജി സൈൻ തീറ്റ. ദേ വിൽ സ്റ്റേഷനറി ആയിട്ടാണ് ഇത് നിൽക്കുന്നതെങ്കിൽ എം എ കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്നാണല്ലോ, സ്റ്റേഷനറി ആണെന്നല്ലോ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് എഴുതാം എം എ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. സ്വാഭാവികമായിട്ട് എമ്മോ എമ്മും ക്യാൻസൽ ആകും. സോ വാട്ട് ഈസ് എ? എ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ താഴെ വരും അല്ലെ, ജി ഇൻറ്റു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. വാട്ട് ഈസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ? ടാൻ തീറ്റ. സോ യു ക്യാൻ റൈറ്റ് ജി ടാൻ തീറ്റ. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ നോക്കൂ. ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ജി ടാൻ തീറ്റ ഉണ്ട്, ഓപ്ഷൻ 4. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഫിഗർ സ്വന്തമായിട്ട് വരയ്ക്കേണ്ടതാണ്, ബട്ട് അത് വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ മോഡൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ഈസി പെട്ടെന്ന് മനസ്സിലാവും. കാരണം ആദ്യം കാണുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ട് ഇത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ ഇരിക്കുന്നത്. ബട്ട് ഞാൻ പറയുന്നത് ഇതിന്റെ സിമ്പിൾ, അതായത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിന്റെയൊക്കെ. സോ ലെവൽ 1 ചെയ്തതിന് ശേഷം പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ട്. അപ്പൊ ലെവൽ 1 കുറെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതൊരു വിധം ക്ലിയർ ആവും എങ്ങനെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് വരേണ്ടത്. പ്രിലിമിനറി ലെവൽ എന്നും അഡ്വാൻസ്ഡ് ലെവൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ഞാൻ സാധാരണ ക്രാഷ് എടുക്കുന്നത്.
അപ്പൊ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ നമുക്ക് പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി വരും. സോ ഇതൊരു കുറച്ച് അഡ്വാൻസ്ഡ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിലിംസ് അത്ര പാടല്ല, എന്നാലും ഫിഗർ അറിഞ്ഞാത്ത കുട്ടിയെ സംബന്ധിച്ച് ഇച്ചിരി പ്രയാസം തോന്നാൻ സാധ്യതയുള്ളതാണ്. സോ അത്തരം മോഡൽ ക്വസ്റ്റ്യൻസ് ദയവേദം ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇത് മനസ്സിലാവാത്തതിന് എന്നെ പ്രാവശ്യമായിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അത് ആ രീതിയിൽ വേണം വർക്ക്ഔട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is incorrect? Rolling friction is smaller than sliding friction. Absolutely correct ആണ്. കാരണം റോളിംഗ് ഫ്രിക്ഷൻ ആണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ഫ്രിക്ഷൻ. Limiting value of static friction is directly proportional to normal reactions. അത് ശരിയാണല്ലോ. ഏത് ഫ്രിക്ഷൻ ആണെങ്കിലും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിക്കോട്ടെ, അതിന്റെ എല്ലാ വാല്യൂസ് നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ഉറപ്പായിട്ടും അതുകൊണ്ടാണ് ആൾവേസ് നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഹാസ് ഡയമെൻഷൻ ഓഫ് ലെങ്ത്. പൊട്ട തെറ്റാണ്. കോഎഫിഷ്യന്റ് ഹാസ് നോ ഡയമെൻഷൻ. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡയമെൻഷൻ ഒന്നും ഇല്ലാത്ത പാവപ്പെട്ടവനാണ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഏതിന്റെ ആയിക്കോട്ടെ, ഏതിനായാലും there is no units. So fourth one is a wrong statement. Next question. A mass M is attached to a thin wire and whirled in a vertical circle. The wire is most likely to break when. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുക, വെർട്ടിക്കലി ഇങ്ങനെ കറക്കുക. അപ്പൊ ഇങ്ങനെ കറക്കുന്ന സമയത്ത് ഇത് എവിടെ വെച്ചാണ് പൊട്ടാനൊരു ചാൻസ് എന്നതാണ് ചോദ്യം. നമുക്ക് അതൊന്ന് ഫിഗർ ആയിട്ട് വരച്ച് നോക്കാം. സോ ദർ ഈസ് എ സ്ട്രിങ്, അതിലൊരു മാസ്, ഒരു കല്ലോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അതിന് കെട്ടി നിർത്തിയിട്ടുണ്ട്. സോ മാസ് എം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ വെയിറ്റ് എങ്ങോട്ടായിരിക്കും? നേരെ താഴേക്കായിരിക്കും. ദാറ്റ് ഈസ് എം ജി. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി വരുന്നുണ്ടായിരിക്കും അല്ലെ? നമുക്ക് ഇതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യും. ഏതൊക്കെയാണ് ആ കമ്പോണൻസ് എന്ന് പറയുന്നത്? ഇതാണ് ആംഗിൾ തീറ്റ എങ്കിൽ ദിസ് ഈസ് എം ജി കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് എം ജി സൈൻ തീറ്റ. ആൻഡ് ഈ സ്ട്രിങ്ങിന് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷൻ കാണും അല്ലെ? ആ ടെൻഷൻ നമ്മൾ ടി എന്ന് വിളിക്കും. സോ ടി എം ജി കോസ് തീറ്റ ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കട്ടെ. നിങ്ങളുടെ ബുദ്ധി ഉണ്ടോ നോക്കാം. എം ജി കോസ് തീറ്റയും ടിയും ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കറങ്ങത്തില്ല. ബിക്കോസ് ദർ ഇസ് നോ നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സ് സീറോ ആയി പോകും ഇത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ. അപ്പൊ ഇത് കറങ്ങുന്നെങ്കിൽ അവിടെ എന്തുണ്ട്? ഉറപ്പായിട്ടും സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള മൈനസ് ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ടെൻഷൻ കൂടുതലായിരിക്കണം. അപ്പൊ ടി മൈനസ് എം ജി കോസ് തീറ്റയാണ് ഇവിടുത്തെ ഏതെന്ന് പറയുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതല്ല ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ ചോദ്യം എപ്പോഴാണ് ഇത് പൊട്ടുക എന്നതാണ്. പൊട്ടുന്നത് എപ്പോഴാണ്? ടെൻഷൻ കൂടുമ്പോൾ അല്ലെ? നമ്മൾ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിപ്പോകും. അപ്പൊ അതുപോലെ നമ്മളൊരു സ്ട്രിങ്ങിനെ നമ്മൾ കറക്കുന്ന സമയത്ത് അതിന് ടെൻഷൻ മാക്സിമം ആയി കഴിഞ്ഞാൽ ടെൻഷൻ കാരണം ഈ സ്ട്രിങ് അങ്ങ് ബ്രേക്ക് ആയി പോകും. അപ്പൊ എപ്പോഴാണ് ടെൻഷൻ മാക്സിമത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടെൻഷൻ ആർക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്? എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വൽ ആയിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. So when mg cos theta becomes maximum, tension also will become maximum. mg cos theta എപ്പോഴാണ് മാക്സിമം ആകുക? when cos theta becomes 1. cos theta 1 ആകണമെങ്കിൽ theta എത്രയായിരിക്കണം? 0 ആയി. കാരണം cos 0 ആണ് 1. cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇങ്ങനെ ഒരു ഡയറക്ഷൻ ആണ്. ഇങ്ങനെ വന്നിരിക്കണം. ഇങ്ങനെ വന്നിരിക്കുമ്പോൾ mg നേരെ താഴേക്കായിരിക്കും. ആംഗിൾ വിൽ ബി 0. അപ്പൊ cos 0 is 1. And that is the mg weight. mg weight ആണ് the maximum weight. maximum weight വരുമ്പോൾ tension will be maximum. ആ ടെൻഷൻ കാരണം സ്ട്രിങ് അങ്ങ് പൊട്ടിപ്പോകും. സോ അതാണ് ഇവിടുത്തെ ആൻസർ. അതായത് നമ്മുടെ ബോൾ നേരെ താഴെ എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. ഓപ്ഷൻ 3, the mass is at the lowest point. താഴെ എത്തും. സോ ദാറ്റ് ഈസ് ദി ആൻസർ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. When an object is shot from the bottom of a long smooth inclined plane kept at an angle 60 degree with horizontal, it can travel a distance x1 along the plane. But when the inclination is decreased to 30 degree and the same object the shot with the same velocity, it can travel x2 distance. Then x1 is to x2 will be. Again, അല്പം ബുദ്ധിമുട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കാൻ. നമുക്കൊരു ഫിഗറോട് കൂടി മാത്രമേ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കൂ. സോ ഫിഗർ. ഓക്കെ. സോ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സർഫസ് ഉണ്ട് അറ്റ് ആൻ ആംഗിൾ തീറ്റ. നമ്മൾ ഇവിടെ ഒരു ബോളിനെ തള്ളി ഉന്തി മുകളിലേക്ക് വിടുക. അപ്പൊ ഈ ബോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ വെയിറ്റ് നേരെ താഴെ mg. സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിന്റെ ആംഗിൾ എടുക്കുന്നത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ദിസ് ഇസ് mg
cos theta component and this is mg sin theta component. അപ്പൊ ആക്ച്വലി ഇയാളെ താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യിപ്പിക്കുന്നത് സൈൻ തീറ്റ കമ്പോണന്റ് ആണ്. നമ്മൾ സാധാരണ ആക്സലറേഷൻ എം എ എന്ന് എഴുതും അല്ലെ, ആ എം എയുടെ സ്ഥാനത്താണ് ജി സൈൻ തീറ്റ വന്നത്. അപ്പൊ ഇവിടുത്തെ ആക്സലറേഷൻ ജി സൈൻ തീറ്റ ആണ് ഇവിടുത്തെ ആക്സലറേഷൻ. നമ്മൾ സാധാരണ നമ്മള് മോഷന്റെ സ്ട്രേറ്റ് ലൈനിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ളത്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, ആ എസ് ആണ് ഇവിടെ x1 എന്നും x2 എന്നൊക്കെ തന്നിരിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് ഒരു റിലേഷൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാം, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as അല്ലേ. അപ്പൊ വാട്ട് ഈസ് എസ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a ആണല്ലോ. ഇതില് നമ്മുടെ എയുടെ സ്ഥാനത്താണ് നമ്മൾ ഏത് കൊടുക്കേണ്ടത്? ജി സൈൻ തീറ്റ കൊടുക്കണം. അപ്പൊ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ജി സൈൻ തീറ്റ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഡിസ്പ്ലേസ്മെന്റ് സൈൻ തീറ്റയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് x1 അല്ലേ, അപ്പൊ x1 ബൈ x2 ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ 2 ബൈ സൈൻ തീറ്റ 1. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിമ്പിൾ റിലേഷൻ ആണ്. കാരണം ഡിസ്പ്ലേസ് ഓപ്പോസിറ്റ് ആയിട്ട് x1 വന്നാൽ തീറ്റ 1 താഴെ വരും, അതുപോലെ x2 വരുമ്പോൾ തീറ്റ 2 മുകളിൽ വരും. അങ്ങനെയാണല്ലോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നമ്മൾ അങ്ങനെയാണല്ലോ റിലേഷൻ എഴുതുന്നത്. സോ അങ്ങനെ എഴുതി വെച്ചു. ആദ്യത്തെ സൈൻ തീറ്റ, അതായത് x1 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ നമ്മൾ കൊടുത്ത ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. തീറ്റ 1 60 ഡിഗ്രിയാണ്. x2 ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവാനാണ് 30 ഡിഗ്രി ആംഗിൾ കൊടുത്തത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് x1 ബൈ x2 is equal to sin 30 by sin 60. What is sin 30? 1 by 2 by what is sin 60? root 3 by 2. സ്വാഭാവികമായിട്ട് root 3 by 2 നേരെ തിരിഞ്ഞു കയറും. So 1 by 2 into 2 by root 3. സ്വാഭാവികമായിട്ട് 2 cancel. The answer is 1 is to root 3. 1 by root 3 ആണ് റേഷ്യോ ആക്കുമ്പോൾ 1 is to root 3 എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഇല്ലേ? ഉണ്ട്. 1 is to root 3, തേർഡ് ഓപ്ഷൻ. So that is the answer. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും ലോസ് ഓഫ് മോഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അതിനകത്തുണ്ട്. പിന്നെ കൂടുതൽ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഒരു വളരെ പ്രാക്ടീസ് ഇല്ലാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വർക്ക്ഔട്ട് ചെയ്താൽ ഒരു കുറഞ്ഞത് ഒരു 20-25 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ലോസ് ഓഫ് മോഷനിൽ നിന്ന് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈസി ആയിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, നമ്മൾ വളരെ ലാസ്റ്റ് മൊമെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ന്യൂ ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് സൊല്യൂഷൻ എടുത്ത് നമ്മൾ അതിനെ വറി ചെയ്യാതെ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യുന്ന സൊല്യൂഷൻ വിത്ത് സൊല്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയവും ലാഭിക്കാം, ടെൻഷനും ലാഭിക്കാം, ഒപ്പം നിങ്ങൾക്ക് അതാണ് സ്മാർട്ട് ആയിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യാം, ഇഫ് യു ആർ എ റിപ്പീറ്റർ, ആ 1 ഇയർ ഗ്യാപ്പിലാതെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഇത് ലാസ്റ്റ് മൊമെന്റ് ആണ്. ലാസ്റ്റ് മൊമെന്റിൽ ഒരിക്കലും നമ്മൾ നേരായിട്ടുള്ള ഒരു സ്മാർട്ട് വേ ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യാനുള്ളത്. സോ ആൾവേസ് ചൂസ് ക്വസ്റ്റ്യൻസ് വിത്ത് സൊല്യൂഷൻസ്. എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സൊല്യൂഷൻ അവിടെ ഉണ്ടല്ലോ, ഡൗട്ട് നിങ്ങൾക്ക് തന്നെ സെൽഫ് ആയിട്ട് അനലൈസ് ചെയ്ത് പോകാനും സാധിക്കും.